ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. Oxygen, the cooling expert. शेर और बब्बर शेर का परफॉर्मेंस. बब्बर शेर शेर बब्बर शेर बंदा എന്തേ ഇല്ല എന്തോ എന്ത് ഓണത്തിന്റെ അല്ല നേരത്തെ പറഞ്ഞു ഓണത്തിന് അല്ല വിഷുവിന്റെ ഇത് കേട്ടെ ഓണത്തിന്റെ വിഷുവിന്റെ മറ്റേതായിരുന്നു പ്രസിഡന്റ് ഭരിക്കുന്നു. നമ്മുടെ സൗകര്യം വന്ന ഇടക്ക് ഇപ്പൊ തന്നെ അത് എടുത്ത് എന്റെ ചെവി തൊണ്ടയും വേദനിപ്പിക്കുക. ഇതുകൊണ്ടല്ല 3 മാസം ഞാൻ അനുഭവിക്കുന്നതാണ് ചെവി വേദനയും തൊണ്ട വേദന. പിന്നെ എടുക്കാൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം സ്കിറ്റിന്റെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുവാണ് രണ്ടുപേരും അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ചേച്ചിയാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ കേട്ടോണ്ടിരുന്നു. ഞാൻ ഡബ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ചുറ്റും മൊത്തം ഡബ് ചെയ്താ. ഞാൻ ഡബ് ചെയ്യാൻ കയറുന്നേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി അടിപൊളി. പറയാൻ വല്ലതും ഉണ്ടല്ലേ? പിന്നെ സ്കിറ്റ് തന്നെ അടിപൊളിയാ. അതല്ലേ? ഓ രസകരമായ കോമഡി ഒക്കെ ഉണ്ട്. തീർച്ചയായും ഉണ്ട്. ഇനി സ്റ്റേജിലാണ് കാണേണ്ടത്. ഞങ്ങൾ തകർക്കണം. തകർക്കും. ഉറപ്പിച്ചു. പിന്നെ ഉറപ്പിച്ചു. പിന്നെ ഇനി എങ്ങനെയുണ്ട് പറയാ? ഇതൊരു പാഷാൺ ഷാജി എഴുതിയൊരു സ്കിറ്റാണത്. നാടൻ പാട്ടും തമിഴ് പാട്ടും, അതായത് തമിഴ്നാടും കേരളവും തമ്മിൽ ഒരുമിക്കുന്ന ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഒന്നിക്കുകയാണ്. ഈ ദുരന്തം വരുമ്പോഴാണ് എപ്പോഴും ഒന്നിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന തമാശകളാണ്. കാരണം പിന്നീട് ബാക്കി സ്കിറ്റ് കാണുന്നതായിരിക്കും നല്ലത്. അതിൽ സംഗീതമയമായിട്ടുള്ള, അതായത് തമിഴ് പാട്ടുകളും ഉണ്ട്, നാടൻ പാട്ടുകളും ഉണ്ട്, അതിൻ്റെ കൂടെ കോമഡിയും വരുന്നുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ഷോ ആണ് അല്ലേ? എനിക്ക് തോന്നുന്നു താരസംഘടനയും നിർമ്മാതാക്കളും കൈകോർത്തുള്ളൊരു ഏറ്റവും വലിയ ഷോ അല്ലേ? അത്തരം ഒരു ഷോ കാണുമ്പോഴാണ് നമുക്ക് തൃപ്തിയാവുന്ന രീതിക്കാവുമല്ലോ അല്ലേ? അതെ. അത് പറയൂ അതിനെക്കുറിച്ചൊന്ന്. അല്ല നമ്മൾ സാധാരണ അമ്മയുടെ പരിപാടികൾക്കാണ് നമ്മൾ ഒന്നിക്കുന്നത്. ഇതങ്ങനെയല്ല. പ്രൊഡ്യൂസേഴ്സ്, കാരണം അമ്മ വേണമെങ്കിൽ പ്രൊഡ്യൂസേഴ്സും വേണമല്ലോ. നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ മാതാവാണ്. കാരണം അവരാണ് ജന്മം നൽകുന്നത് ഓരോ കലാകാരനും. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ 101% കൂടെ നിൽക്കുന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഷാജണ
ഷാജിയണ്ണൻ്റെ സ്കിറ്റാലോ ഇപ്പോൾ ഇവർ ചെയ്യാൻ പോകുന്നത് അല്ലേ? ഒന്ന് വരൂ. തമിഴ്നാടും കേരളവുമായിട്ടുള്ള സംഭവം ഒരു IPL മാച്ചാണ് നടക്കാൻ പോണത്. എന്തായാലും കുറേ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടുള്ള സ്കിറ്റാണ്. കാരണം ഡാൻസേഴ്സും അതുപോലെ പാട്ടും എല്ലാം കൂടി വെച്ചിട്ടുള്ള ഒരു സ്കിറ്റാണ്. അതിൽ ചേട്ടനും ചേച്ചിയും അതുപോലെ തന്നെ മണിയമ്പ്രായ ചേട്ടനും അങ്ങനെ എല്ലാവരും ഉണ്ട്. വലിയ സ്കിറ്റാണ്, നല്ല സ്കിറ്റാണ്. എത്ര സമയമുണ്ട്? അതൊരു 15 മിനിറ്റോളം. 5 മിനിറ്റിൽ എല്ലാം പറഞ്ഞു പോകും. ടിനി പറഞ്ഞൊരു കാര്യം, നമ്മൾ ദുരന്തം വരുമ്പോഴൊക്കെയാണ് എല്ലാവരും ഒന്നിക്കുന്നത് പറഞ്ഞു. അങ്ങനെ ഒരു ദുരന്തം എല്ലാം കൂടെ പറഞ്ഞു പോകുന്ന സ്കിറ്റ് എന്നാ പറഞ്ഞു. അല്ല, ദുരന്തമാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഒന്നിക്കാനാ പാട്, അകന്ന് നിൽക്കാനാ ഈസിയാണ്. ഒന്നിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാലും ഒന്നിക്കുള്ളൂ. അത് ദുരന്തമാവാം, നല്ല കാര്യമാവാം. എന്തായാലും ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ തീരുമാനിക്കേണ്ടത് ദുരന്തമാണോ നല്ലതാണെന്ന്. അല്ല, ഞാൻ പറഞ്ഞത് ഈ സ്കിറ്റിന്റെ ഒരു മാറ്ററാണ് ദുരന്തം. അതിന് വേണ്ടിയിട്ട് ഒന്നിക്കുന്ന ഒരു കുടുംബാംഗങ്ങളാണ്. കാരണം ചില വീടുകളിലൊക്കെ ഫാമിലി വഴക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കും. ആ ഒരു വീട്ടിലൊരു മരണം നടക്കുമ്പോഴത്തേക്ക് ഒത്തുചേരും. അങ്ങനെയൊക്കെയാണ് സാധാരണ വഴക്കുകൾ തീരുന്നത്. അത്തരത്തിലൊരു സെറ്റാവണ ഒരു പരിപാടിയാണ്. അങ്ങനത്തെ ഒരു പരിപാടിയാണ് അല്ലേ? പൊന്നമ്മ ചേച്ചിയുടെ കഥാപാത്രം എന്തായാലും? പൊന്നമ്മ ചേച്ചി ഇതിൽ മെയിനാണ്. അമ്മ ക്യാരക്ടറാണ്. തമിഴാണോ മലയാളിയാണോ? തമിഴും മലയാളം ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടില്ല. ലാംഗ്വേജ് നോക്കിയിട്ടാ ഫിക്സ് ചെയ്യുള്ളൂ. ലാംഗ്വേജ് നോക്കിയിട്ടേ ഫിക്സ് ആവുള്ളൂ. ഏതാണ് തമിഴാണോ ഇരിക്കുന്നത് മലയാളിയാണോ ഇരിക്കുന്നത് നോക്കിയിട്ട് അത് കയറി ഞാൻ കലക്കും. പാൻ ഇന്ത്യൻ സ്കിറ്റാണ്. അപ്പൊ അതുകൊണ്ട് ചേച്ചി തമിഴ് തന്നെയാണ്. പാൻ ഇന്ത്യൻ സ്കിറ്റാണ് അല്ലേ? അപ്പൊ നമ്മൾ 7-ാം തീയതി ഖത്തറിൽ നമ്മൾ പൊളിക്കും. ഉറപ്പ്. എത്ര സ്കിറ്റ് ഉണ്ട്? 2-3 സ്കിറ്റുകളുണ്ട്. ഷാജിയുടെ എത്ര സ്കിറ്റാണ്? ഞാനൊരു സ്കിറ്റ്. ഒന്നല്ലേ? നമ്മുടെ ശശാങ്കന്റെ സ്കിറ്റ് ഉണ്ട്. ശശാങ്കന്റെ സ്കിറ്റ് ഉണ്ട്. പിന്നെ നസീർക്ക, അവരുടെ സ്കിറ്റ് ഉണ്ട് അല്ലേ? ഇനി വേറെ എന്തൊക്കെ ഐറ്റത്തിനുള്ള സ്കിറ്റ് മാത്രം? അല്ല, നമ്മൾ ഇതിൽ തന്നെ ആയിട്ടുള്ളൂ. ഞങ്ങളിപ്പോ വന്ന് ചേർന്നിട്ടുള്ളൂ. അതല്ലേ? ഇനിയിപ്പോ ഇതിന്റെ കൂടെ നിൽക്കും. നമ്മൾ സ്റ്റേജിൽ കയറുക എന്നുള്ളതല്ല, ഇതിന്റെ എല്ലാ ഭാഗത്തും നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ വേറൊരു ക്വാളിറ്റി. കാരണം സ്കിറ്റ് നമ്മൾ ഓരോരുത്തർ വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ വോയിസ് ചെയ്തിട്ട് ഞാനങ്ങ് ചെയ്യാം, അങ്ങ് ആ റൂട്ടാണ്. പക്ഷേ ടിനിച്ചേട്ടൻ എല്ലാത്തിനും കൂടെ ചോദിക്കുകയും ചെയ്യും കേട്ടോ. അത് അവിടെ എന്താ ചെയ്യേണ്ടത്, ഇവിടെ എൻ്റെ അറിയേണ്ട സംഭവങ്ങളൊക്കെ ചോദിക്കും. അതാണ് നമ്മളെ കൂടെ നിൽക്കും. അപ്പൊ നമുക്ക് പൊളിക്കാം. 7-ാം തീയതി ഖത്തറിൽ. ഓക്കെ, അടിപൊളി.